നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ അതേ ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. അഷ്ടമിച്ചിറ ഉരുണ്ടോളി സ്വദേശിയായ കുട്ടിയാണ് മാള ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന മിഷാൽ എന്ന ബസ്സിൽ കുഴഞ്ഞു വീണത്. മാള കിഴക്കേ അങ്ങാടി റോഡിൽ കട്ടവിരിക്കൽ നടത്തുന്നതിനായി റോഡ് പൊളിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ ചിയാരം മുനയം സ്വദേശി മേനോത്തുപറമ്പിൽ വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ അതേ ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. മാള സ്നേഹഗിരി സ്കൂളിലേക്ക് വരികയായിരുന്ന അഷ്ടമിച്ചിറ ഉരുണ്ടോളി സ്വദേശിയായ കുട്ടിയാണ് മാള ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന മിഷാൽ എന്ന ബസ്സിൽ കുഴഞ്ഞു വീണത്. ഇന്ന് രാവിലെ 9:15 സംഭവം. മാള പള്ളി ജംഗ്ഷനിൽ വെച്ച് ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ അതേ ബസ്സിൽ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബസ് ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ മൂലം കുട്ടിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞു. തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കളും എത്തി കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമാണ് ബസ് ജീവനക്കാരായ ഡ്രൈവർ വിനോദ്, കണ്ടക്ടർ വിപിൻ എന്നിവർ തിരികെ യാത്ര തുടങ്ങിയത്. മീഡിയ ടൈം, മാള. മാള കിഴക്കേ അങ്ങാടി റോഡിൽ കട്ടവിരിക്കൽ നടത്തുന്നതിനായി റോഡ് പൊളിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. റോഡിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി കാന നിർമ്മാണത്തിനോടനുബന്ധിച്ചാണ് റോഡിന്റെ ഏറ്റവും മോശമായ 600 മീറ്ററോളം ഭാഗങ്ങൾ കട്ടവിരിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് കാന നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. കട്ടവിരിക്കലിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീമാരെ സംഘപരിവാർ ബജ്രംഗൾ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാള ടൗണിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 2 പാവപ്പെട്ട കന്യാസ്ത്രീകൾ, ഹീറോ മലബാറിന് കീഴിൽ പ്രവർത്തിക്കുന്ന 2 കന്യാസ്ത്രീകൾ, പ്രീത മേരിയും വന്ദന ഫ്രാൻസിസും എന്ന് പറയുന്ന 2 കന്യാസ്ത്രീകൾ, ആഗ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിഷനറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ 2 കന്യാസ്ത്രീകൾ അന്യായമായ കാരണങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും എന്ന 2 കേസുകളിൽ കുടുക്കിക്കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുകയും ജയിലെടുക്കുകയും ചെയ്ത കിരാതമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. ഈ ജനാധിപത്യ ബോധത്തിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളിൽ ഒന്നാണ് ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും മതത്തിൽ പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, സോയി കോലഞ്ചേരി, സന്തോഷ് ആത്തപ്പിള്ളി, TK തിലകൻ, ഷാജു മണവാളൻ, ബൈജു കണ്ടപ്പശ്ശേരി, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, സാനി ചക്കാലക്കൽ, കരീം മഞ്ഞൾ വളപ്പിൽ, ഷീല ജോസ്, ഷൈനി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ ചിയാരം സൗത്ത് മുനയം സ്വദേശി മേനോത്തുപറമ്പിൽ വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരി സ്ഥിരമായി ജോലിക്ക് പോകുന്നത് പ്രതി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ബസ്സിലാണ്. പ്രതി പരാതിക്കാരിയെ ജൂലൈ 17-ന് വിവാഹ വാഗ്ദാനം നൽകി തൃശൂർ ലോഡ്ജിലെത്തിച്ചു പീഡിപ്പിക്കുകയായിരുന്നു. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ അന്ന് യുവതി പരാതി നൽകിയിരുന്നില്ല. തുടർന്ന് 27-ന് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതി യുവതിയുമായി വാക്കുതർക്കമുണ്ടാവുകയും യുവതിയെ ആക്രമിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. അക്ഷയ് കൊടുങ്ങല്ലൂർ, ചേർപ്പ്, നെടുപുഴ, ഫറൂഖ് പോലീസ് സ്റ്റേഷനുകളിലായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെയും യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെയും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിലെയും മറ്റൊരാളുടെ ജീവൻ അപകടം വരത്തക്ക വിധം വാഹനമോടിച്ചതിൽ ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ 2 കേസിലെയും അടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, GS CPOമാരായ ധനേഷ്, ഷിജിൻനാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
കടലോര ജാഗ്രതാ സമിതിയും മതിലകം പോലീസ് സ്റ്റേഷനും MES ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റും സംയുക്തമായി തീരദേശ മേഖലയിൽ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബും നൃത്തശില്പവും അവതരിപ്പിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതാ സമിതി പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മതിലകം പോലീസ് സ്റ്റേഷൻ SI അശ്വിൻ, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI ബാബു, MES ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ ഗിരീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ CSC യാദവ്, അഫീന, ജെംസി P ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തീരദേശ മേഖലയിലെ പ്രദേശവാസികളും പോലീസ് സേനാംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. സീറോ വേസ്റ്റ് മുദ്രാവാക്യമുയർത്തി എക്കോ ക്ലബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബാലനുബോധിനി LP and UP വിദ്യാലയത്തിലെ കുട്ടികൾ. 2025-26 അക്കാദമിക വർഷത്തെ വിദ്യാലയത്തിലെ എക്കോ ക്ലബ് പ്രവർത്തനങ്ങൾ PTA പ്രസിഡന്റ് KS കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ടീച്ചറെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇതിൻ്റെ ഓരോ അംഗങ്ങൾക്കും എന്തിനാണ് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ ഈ ബാല്യം. അപ്പോൾ ഇന്നെടുത്തിട്ടുള്ള തീരുമാനം ഒരു മാസം വേണ്ട ഫുഡ് വേസ്റ്റാക്കാൻ പാടില്ല, അല്ലേ? അന്നം ഈശ്വരനാണെന്ന് പറയാം, അല്ലെ? കഴിക്കുന്ന ഭക്ഷണം അതല്ലേ ആരോഗ്യം നിലനിർത്തുന്നത്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് എന്താ? നമ്മൾ കഴിക്കുന്ന അന്നമാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നത്. അപ്പോ നോ ഫുഡ് വേസ്റ്റ്. HM സിനിജ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MPTA പ്രസിഡന്റ് ഷൗഫി, സ്കൂൾ ലീഡർ അക്ഷീർ, എക്കോ ക്ലബ് ക്യാപ്റ്റൻ മുഹമ്മദ് നഹാസ് എന്നിവർ സംസാരിച്ചു. സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യത്തിലൂന്നി ഈ അക്കാദമിക വർഷം വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പാക്കേജ് എക്കോ ക്ലബ് കോർഡിനേറ്റർ K റസീന അവതരിപ്പിച്ചു. പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പിന് റജി, ഷിഹാബ്, സുശീൽ NS, രക്ഷിതാക്കൾ, എക്കോ ക്ലബ് വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ട ആദർശ് അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ നെല്ലായി ആലത്തൂർ സ്വദേശി കുറുവത്ത് വീട്ടിൽ 24 വയസ്സുള്ള ആദർശിനെയാണ് ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നിരീക്ഷണം നടത്തി വരവെയാണ് 2025 ജൂലൈ 4 മുതൽ ഒരു വർഷക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തി ഉത്തരവിട്ടത്. ആദർശ് കൊടകര പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, വീടുകയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെയുള്ള 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ ഡെന്നി CD, ASI മാരായ ബിനു പൗലോസ്, ജ്യോതി ലക്ഷ്മി, ആഷ്ലിൻ, SCPOമാരായ പ്രദീപ്, പ്രതീഷ്, രജീഷ്, സഹദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ അതേ ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. അഷ്ടമിശ്ര ഉരുണ്ടോളി സ്വദേശിയായ കുട്ടിയാണ് മാള ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന മിഷാൽ എന്ന ബസ്സിൽ കുഴഞ്ഞു വീണത്. മാള കിഴക്കേ അങ്ങാടി റോഡിൽ കട്ടവിരിക്കൽ നടത്തുന്നതിനായി റോഡ് പൊളിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ ചിയാരം മുനയം സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.